നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കണം. അതിന് പറ്റിയിട്ടുള്ള ഡയറ്റ് ഏതാണ്? നിങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞത് കീറ്റോ ഡയറ്റ് ആയിരിക്കാം, ലോ കാർബ് ഡയറ്റ് പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് മെഡിറ്ററേനിയൻ ഡയറ്റ് മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അങ്ങനെ 2-3 ഡയറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ 100 കണക്കിന് ഡയറ്റുകളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പറ്റുന്ന ഡയറ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ഡയറ്റിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് തുടങ്ങാം. നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ഡയറ്റിനെ കുറിച്ച് സെർച്ച് ചെയ്തതെങ്കിൽ ഞാനൊരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റ് വെയിറ്റ് പ്രോഗ്രാം എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്കും അതിൽ സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആദ്യം നമുക്ക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ഞാൻ ഇപ്പോൾ ഡയറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അധികം ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല. ഡയറ്റിൻ്റെ ഡിക്ഷണറിയിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണവും എന്തെങ്കിലും തരത്തിലുള്ള ഡ്രിങ്ക്സുമാണ്. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഡയറ്റിൽ തന്നെയാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണത്തിൽ വ്യത്യാസം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരുടെയും ഡയറ്റിലും വ്യത്യാസമുണ്ട്. ഒരാൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ഡയറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ ഉദ്ദേശിക്കുന്നത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് കുറവാണെന്നായിരിക്കാം, അവർ കഴിക്കുന്ന ഫാറ്റ് കുറവാണെന്നായിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള ഡയറ്റ് ഓരോരുത്തർക്കും വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാം. അധികം ആൾക്കാരും നിങ്ങൾ ഉൾപ്പെടെ ഡയറ്റിനെ കുറിച്ച് അന്വേഷിച്ച് തുടങ്ങുന്നത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഏത് തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുമ്പോഴാണ് വെയിറ്റ് കുറയുന്നത് എന്നുള്ളത് അധികം ആൾക്കാരും മനസ്സിലാക്കുന്നത് വേറെ രീതിയിലാണ്. ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുന്നതിനനുസരിച്ച് അതിൽ നിന്നും കിട്ടുന്ന കാലറീസ് കുറയും. അധികം ആൾക്കാരും ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കാലറി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റാണ്. പക്ഷേ വെയിറ്റ് ലോസിന് വേണ്ടി ഇങ്ങനെ കാലറീസ് കുറച്ചാൽ മാത്രം പോരാ, നിങ്ങൾ എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയും തീരുന്നില്ല, നിങ്ങൾ ഏത് സമയത്താണ് ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റി എന്തൊക്കെയാണ്, അങ്ങനെ പല കാര്യങ്ങൾ നോക്കാനുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡയറ്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. വെയിറ്റ് ലോസ് സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അധികം ആൾക്കാരും എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുള്ളത് അവർ ആ സ്റ്റഡിയിൽ നോക്കും. പക്ഷേ അത് എത്രയാണ് കഴിക്കുന്നത്, എങ്ങനെയാണ് കഴിക്കുന്നത്, ഏത് സമയത്താണ് കഴിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആ സ്റ്റഡിയിൽ ക്യാപ്ചർ ചെയ്യാറില്ല. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു പ്രോപ്പർ വെജിറ്റേറിയൻ ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്കൊരു ദിവസം ഭക്ഷണത്തിലൂടെ കിട്ടുന്ന കാലറീസ് 2000 ആണെന്ന് വിചാരിക്കാം. പക്ഷേ ആ 2000 കാലറീസ് നിങ്ങൾക്ക് ചോറ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ കിട്ടും. ബേക്കറി ഐറ്റംസ് മാത്രം കഴിച്ചു കഴിഞ്ഞാലും 2000 കാലറീസ് എത്തിക്കാം. പ്രോസസ്ഡ് ഭക്ഷണം, പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണം, ഇത്തരത്തിലുള്ള ഭക്ഷണം വളരെ കുറച്ച് എമൗണ്ടിൽ കഴിച്ചാൽ തന്നെ എളുപ്പത്തിൽ 2000 കാലറീസ് കിട്ടും. അതേസമയം മറ്റൊരു വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. അദ്ദേഹം കഴിക്കുന്നത് ഫ്രൂട്ട്സ് മാത്രം, വെജിറ്റബിൾസ് മാത്രം, വളരെ കുറച്ച് എമൗണ്ടിൽ അരി മാത്രമാണ് കഴിക്കുന്നത്. ഇവർക്ക് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സും ആദ്യം പറഞ്ഞ ആൾക്ക് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സും രണ്ടിൻ്റെയും ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക അവർക്ക് കീറ്റോ ഡയറ്റ് വർക്ക് ചെയ്തു. മറ്റു ചില ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നത് അവർ വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് മാറിയ സമയത്താണ് അവരുടെ വെയിറ്റ് കുറഞ്ഞത്. അങ്ങനെ 100 കണക്കിന് ഡയറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. മെഡിറ്ററേനിയൻ ഡയറ്റ് ഉണ്ട്, കീറ്റോ ഡയറ്റ് ഉണ്ട്, പാലിയോ ഡയറ്റ് ഉണ്ട്, ആറ്റ്കിൻസ് ഡയറ്റ് ഉണ്ട്, ലോ ഫാറ്റ് ഡയറ്റ് ഉണ്ട്, ലോ കാർബ് ഡയറ്റ് ഉണ്ട്. ഇങ്ങനെ ഒട്ടനവധി ഡയറ്റ്സ് ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഓരോ ഡയറ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ആർട്ടിക്കിൾസ് കാണാം. ഈ ചാനലിലും ഞാൻ അങ്ങനത്തെ ഓരോ ഡയറ്റിനെ കുറിച്ചും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കീറ്റോ ഡയറ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ പ്രശ്നങ്ങളും കാണാം. പക്ഷേ ഏത് തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറേ ഡയറ്റിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നതും അധികം ആൾക്കാർക്കും ഫോളോ ചെയ്യാൻ എളുപ്പമുള്ളതും മെഡിറ്ററേനിയൻ ഡയറ്റാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മെഡിറ്ററേനിയൻ ഡയറ്റ് മതിയാവുന്നല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റു തരത്തിലുള്ള ഡയറ്റ് ആയിരിക്കും വേണ്ടി വരിക. 2007 നടത്തിയിട്ടുള്ളൊരു സ്റ്റഡി 4 തരത്തിലുള്ള ഡയറ്റ്സിനെ തമ്മിലാണ് കമ്പയർ ചെയ്തത്. ഈ സ്റ്റഡിയിൽ അവർ ആറ്റ്കിൻസ് ഡയറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആറ്റ്കിൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ഫാറ്റ് ലോ കാർബ് ഡയറ്റാണ്. രണ്ടാമത്തെ ഡയറ്റ് ലോ കാലറി ഡയറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ലോ കാർബ് ഡയറ്റ് എന്ന് പറയാം. മൂന്നാമത്തെ ഡയറ്റ് ലോ ഫാറ്റ് ഹൈ കാർബ് ഡയറ്റ് ആയിരുന്നു. നാലാമത്തെ ഡയറ്റിൽ പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് കുറച്ചത്, പക്ഷേ അതിന് പകരം പ്രോട്ടീൻസിൻ്റെ അളവ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റഡീൻ്റെ ഫൈൻഡിങ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലോ ഫാറ്റ് ഡയറ്റ് മറ്റു ഡയറ്റിനേക്കാളും മികച്ചതാണെന്നൊന്നുമല്ല ഈ സ്റ്റഡിയിൽ കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ ആറ്റ്കിൻസ് എന്ന് പറഞ്ഞ ലോ കാർബ് ഡയറ്റ് നല്ലതാണെന്നൊന്നുമല്ല കണ്ടുപിടിച്ചത്. ഈ സ്റ്റഡിയിൽ അവർ കണ്ടുപിടിച്ചത് ഈ പറഞ്ഞ 4 ഡയറ്റും നല്ലതായിരുന്നു, പക്ഷേ വളരെ കുറച്ച് സമയത്തേക്ക്, കറക്റ്റായിട്ട് പറഞ്ഞാൽ 2 മാസം സമയത്തേക്ക് മാത്രം. കാരണം ആ 2 മാസം ആകുമ്പോഴത്തേക്കും അധികം ആൾക്കാരും ഈ ഡയറ്റിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യും. അവരുടെ പഴയ ഭക്ഷണ ശൈലിയിലേക്ക് തന്നെ അവർ സ്വിച്ച് ചെയ്യും. കാരണം ഈ പറഞ്ഞ ഡയറ്റ്സിലെല്ലാം മാറ്റങ്ങൾ കുറച്ച് കൂടുതലാണ്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. കൂടുതൽ സമയം ഇത്തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യാനാണ് ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള അധികം ആൾക്കാർക്കും കണ്ടിട്ടുള്ളത്. ഈ സ്റ്റഡീനെ ഫോളോ അപ്പ് ആയിട്ട് 2018 ഈ സ്റ്റഡി നടത്തിയിട്ടുള്ള അതേ ഓതർ തന്നെ മറ്റൊരു സ്റ്റഡിയും കൂടി കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ലോ ഫാറ്റ് ഡയറ്റും ലോ കാർബ് ഡയറ്റും തമ്മിലാണ് കമ്പയർ ചെയ്തത്. ലോ കാർബ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് അവരുടെ ഡയറ്റിൽ വളരെ ചെറിയ എമൗണ്ടിൽ മാത്രമാണ്, 30% മാത്രമാണ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടായിരുന്നത്.
പക്ഷേ അവർക്ക് ഫാറ്റ് കൂടുതലായിരുന്നു, 45% കൂടുതലുണ്ടായിരുന്നു. ലോ ഫാറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡയറ്റിൽ ഫാറ്റിൻ്റെ അളവ് കുറവായിരുന്നു, 29% ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിരുന്നു, 45% മുകളിലേക്ക് ഉണ്ടായിരുന്നു. ഇനി ഈ സ്റ്റഡീൻ്റെ ഫൈൻഡിങ്ങും ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ സ്റ്റഡിയിൽ കണ്ടുപിടിച്ചത് ഈ 2 ഡയറ്റ് ഫോളോ ചെയ്തവർക്കും വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ 2 ഡയറ്റ് ഫോളോ ചെയ്തവർക്കും അവർ ഉദ്ദേശിച്ച ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു ക്യാച്ച് ഉണ്ട്. ഈ 2 ഡയറ്റിലും ഇവർക്ക് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ് എല്ലാം അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റീനനുസരിച്ചിട്ടാണ്. അൺപ്രോസസ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹോൾ ഫുഡ് കഴിച്ചവർക്കാണ് ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് കൂടുതലായിട്ടും കിട്ടിയിട്ടുള്ളത്. അതായത് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള തരത്തിലുള്ള നാച്ചുറൽ ഫുഡും ഷുഗർ കണ്ടന്റ് കുറവുള്ള തരത്തിലുള്ള അൺപ്രോസസ്ഡ് ഫുഡും കഴിക്കുന്ന സമയത്താണ് അവർക്ക് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുള്ളതും വെയിറ്റ് കുറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയുടെ കൺക്ലൂഷൻ ഇതാണ്: ഏത് തരത്തിലുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ, നിങ്ങൾ വിചാരിച്ച ലെവലിലേക്ക് നിങ്ങളുടെ വെയിറ്റ് കുറച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും കൂടി ശ്രദ്ധിക്കണം. ക്വാണ്ടിറ്റി മാത്രമല്ല നോക്കേണ്ടത്. ഫാറ്റിൻ്റെ അളവോ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറച്ചാൽ മാത്രമല്ല നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നതും നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഡയറ്റിനെ കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നതും. ഏത് തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിലും അതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. അതിൽ ഫ്രൂട്ട്സ് വരുന്നുണ്ട്, വെജിറ്റബിൾസ് വരുന്നുണ്ട്, നട്ട്സ് ആവാം, സീഡ്സ് ആവാം, ഹോൾ ഗ്രെയിൻസ് ആവാം, ഫിഷ് ആവാം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എത്ര നാച്ചുറൽ ആണോ, എത്ര ഹോൾ ആണോ, എത്ര കുറവാണോ അത് പ്രോസസ്സ് ചെയ്തിട്ടുള്ളത്, പാക്കറ്റിലാക്കിയിട്ടുള്ളത്, ടിന്നിലാക്കിയിട്ടുള്ളത്, അത്രയും നല്ലതാണ്. അധികം പ്രോസസ്സ് ചെയ്യാത്ത ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഏത് ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാലും ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നത്. ഇത് മാത്രം പോരാ, നിങ്ങൾക്ക് 2 മാസത്തിൽ കൂടുതൽ ഏത് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിലും കൂടുതൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഏത് തരത്തിലുള്ള ഡയറ്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇത് ലോങ് ടേമിന് വേണ്ടിയിട്ടാണെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് വേണം. അടുത്തൊരു 2 മാസത്തേക്ക് കുറച്ചൊന്ന് വെയിറ്റ് കുറച്ച് പിന്നീട് പഴയതുപോലെ പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയറ്റ് വെറുതെയാവും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് വെറുതെയാവും. നിങ്ങളുടെ വെയിറ്റ് ചിലപ്പോൾ ടെമ്പററി കുറഞ്ഞേക്കാം, പക്ഷേ അതിനെക്കൊണ്ട് മറ്റ് പലതരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസും നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങൾ വാട്സാപ്പിൽ വരുന്ന മെസ്സേജസ് നോക്കിയിട്ട് ഡയറ്റ് ചൂസ് ചെയ്യരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് വർക്ക് ചെയ്യുന്ന ഡയറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ഡയറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. പക്ഷേ അങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ലോങ് ടേമിന് വേണ്ടിയിട്ടാണ്, ഇതെനിക്ക് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുമോ, ഇതെനിക്ക് കുറേ കാലത്തേക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അത്തരത്തിലുള്ള ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്യുക. പക്ഷേ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഭക്ഷണത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. ഇനി ഡയറ്റ് കൂടാതെ നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നിങ്ങൾ ചെയ്യുന്ന എക്സസൈസും, ചില തരത്തിലുള്ള മരുന്നുകളുണ്ട്, GLP-1 അഗനിസ്റ്റ്, സെമാഗ്ലൂട്ടൈഡ് എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്. ഇത്തരത്തിലുള്ള മരുന്നുകളും നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പക്ഷേ അതിനൊക്കെ കുറിച്ച് ഞാൻ മറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിനൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിന് താഴെ കാണാം. സമയം കിട്ടുമ്പോൾ ആ വീഡിയോസും കാണുക. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ഡയറ്റ് ആയിരുന്നു, നിങ്ങൾക്ക് എത്ര വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. 2018 എനിക്കും ഓവർ വെയിറ്റ് ആയിരുന്നു, അത് ഞാൻ കുറച്ച് കൊണ്ടുവന്നതാണ്. ഞാൻ എങ്ങനെയാണ് 20 കിലോൻ്റെ അടുത്ത് കുറച്ചതെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. വെയിറ്റ് ലോസിനെ കുറിച്ച് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഒരൊറ്റ പ്ലേലിസ്റ്റ് രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.